ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ അഭിമാനങ്ങളും മേരിയൻ ആരോഗ്യമാത പ്രൊവൻസുകളുടെ അനുഗ്രഹങ്ങളുമായി സുവർണ രജത ജൂബിലി നിറവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും മേരിയൻ പ്രൊവിൻസിന്റെ ജൂബിലി മംഗളങ്ങൾ, പ്രാർത്ഥനകൾ, ആശംസകൾ. ഇരിങ്ങാലക്കുട രൂപത കരാഞ്ചിറ ഇടവകയിൽ ആലപ്പാട്ട് ദേവസ്യ ത്രേസ്യ ദമ്പതികളുടെ 9 മക്കളിൽ 7ാമത്തെ പുത്രിയായി 19/6/1954 താണ്ട പൂജാതയായി. LP UP ഹൈസ്കൂൾ വിദ്യാഭ്യാസം സെന്റ് സേവിയേഴ്സ് സ്കൂളിലും പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജിലുമായിരുന്നു. സ്നേഹവും പ്രാർത്ഥനയും നിറഞ്ഞു നിന്ന കുടുംബാന്തരീക്ഷം താണ്ടയിൽ ഈശോയെ സ്നേഹിക്കാനുള്ള തീവ്രദാഹം നിറച്ചു. സുവോളജി പഠനത്തിൽ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ താണ്ട ഹോളി ഫാമിലി കോൺഗ്രിഗേഷനിലെ അംഗമാകാൻ ആഗ്രഹിച്ച് മണ്ണുത്തി ജനറലേറ്റ് ഹൗസിൽ വന്നു ചേർന്നു. തന്റെ തുടർന്നുള്ള പരിശീലന കാലഘട്ടത്തിലൂടെ സന്യാസവിളിയുടെ മൂല്യം തിരിച്ചറിഞ്ഞ താണ്ട 15/8/1976 സിസ്റ്റർ റെജി ആലപ്പാട്ട് എന്ന നാമധേയം സ്വീകരിച്ച് ആദ്യ വ്രതാർപ്പണം നടത്തുകയും 14/5/1984 നിത്യമായ സമർപ്പണത്തിലൂടെ സ്വർഗീയ മണവാളന്റെ പ്രിയ മണവാട്ടിയായി മാറുകയും ചെയ്തു. അതിനുശേഷം ബാംഗ്ലൂർ സെയിന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ MBBS പഠനം പൂർത്തിയാക്കുകയും മലമ്പുഴ മദർ ജോസഫിൻ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ സേവനം ആരംഭിക്കുകയും ചെയ്തു. ശുശ്രൂഷ നിർവഹണത്തിനിടയിൽ തന്നെ DCH പഠനവും സിസ്റ്റർ പൂർത്തിയാക്കി. നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾ ചെയ്യാൻ രോഗീ ശുശ്രൂഷ രംഗത്ത് ദിവ്യവൈദ്യനായ യേശുവിന്റെ കരുണാർദ്ര സ്നേഹം പകർന്നു കൊടുക്കാൻ, കർത്താവിന്റെ കരുണയുടെ മുഖമാകാൻ, ആർത്തരിലും ആലംബഹീനരിലും ദൈവസ്നേഹത്തിന്റെ സ്പർശനമായി മാറാൻ പ്രാർത്ഥനാപൂർവം സക്രാരിയുടെ അരികെ നീണ്ട മണിക്കൂർ ചെലവഴിച്ച് തന്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന ഡോക്ടറാണ് സിസ്റ്റർ റെജി ആലപ്പാട്ട്. തന്റെ സ്വരമാധുരി ദൈവം ദാനമായി നൽകിയതാണെന്ന ഉറച്ച വിശ്വാസത്തോടെ മലമ്പുഴ ഇടവക ദേവാലയത്തിലും സമൂഹത്തിലും ഭക്തി നിർഭരമായ ഗാനങ്ങൾ ആലപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സിസ്റ്റർ. ആനന്ദഭവനിലെ കൈക്കുഞ്ഞുങ്ങൾ മുതൽ പ്രോവിഡൻസ് ഹോമിലെ മക്കൾ, പ്രോവിഡൻസ് കോൺവെന്റിലെ അമ്മമാർ എന്നുവേണ്ട എല്ലാവർക്കും സിസ്റ്റർ റെജി ഡോക്ടർ അമ്മയാണ്. സിസ്റ്ററിന്റെ ശുശ്രൂഷ സ്വീകരിക്കാത്തവർ മേരിയൻ പ്രൊവിൻസിൽ ഇല്ലെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ വന്യവൈദികരും. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ് സ്രഷ്ടാവിന്റെ കയ്യിൽ മനുഷ്യർ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ പ്രയോജനരഹിതനായ ദാസനെ പോലെ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റർ റെജി ആലപ്പാട്ട് ഇന്ന് മേരിയൻ പ്രൊവിൻസിന്റെ വികാർ പ്രൊവിൻഷ്യലായി സേവനമനുഷ്ഠിക്കുന്നു. ഗോൾഡൻ ജൂബിലി നിറവിലായിരിക്കുന്ന സിസ്റ്റർ റെജി ഇപ്പോഴും മലമ്പുഴ മദർ ജോസഫിൻ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരിക്കുന്നു. സമർപ്പണ ജീവിതത്തിന്റെ സ്വർണ്ണ തിളക്കത്തിലായിരിക്കുന്ന സിസ്റ്റർ റെജി ആലപ്പാട്ടിന് 1000 ജൂബിലി മംഗളങ്ങൾ. തൃശൂർ അതിരൂപത വ്യാകുലമാതാവിന്റെ ബസിലിക്ക ഇടവക അക്കരപ്പറ്റി ചാക്കുണ്ണി കുഞ്ഞില ദമ്പതികളുടെ 10 മക്കളിൽ 8ാമത്തെ സന്താനമായ സിസി 2/7/1949 ജനിച്ചു. സിസിലി എന്ന പേരോടെ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. 6 ആൺകുട്ടികളും 4 പെൺകുട്ടികളും അടങ്ങിയ സിസിയുടെ കുടുംബത്തിൽ 5 പേർ വിവാഹിതരും 3 പേർ ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളുമാണ്. അവർ മേരി എന്ന സിസ്റ്റർ ആനി ജോൺ, സിസി എന്ന സിസ്റ്റർ പ്രീത, ആനി എന്ന സിസ്റ്റർ പക്കൂമിയ. സിസ്റ്റർ പ്രീത തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം തൃശൂർ വ്യാകുലമാതാവിന്റെ പള്ളിയിൽ
CMC സിസ്റ്റേഴ്സ് നടത്തിയിരുന്ന LP സ്കൂളിലും സേക്രഡ് ഹാർട്ട് കോൺവെന്റ് സ്കൂളിൽ UP ഹൈസ്കൂൾ വിദ്യാഭ്യാസവും പൂർത്തിയാക്കി. പ്രീ ഡിഗ്രി പഠനം സെന്റ് മേരീസ് കോളേജിലും TTC LSN ബേസിക് ട്രെയിനിംഗ് സ്കൂളിലും ആയിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് നേടിയെടുത്ത അറിവുകൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് നിർലോഭം കൈമാറിക്കൊണ്ടിരുന്ന സിസി വരാക്കര സെന്റ് ആന്റണീസ് LP സ്കൂളിൽ അധ്യാപികയായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്റെ ദൈവവിളി ഹോളി ഫാമിലി കോൺഗ്രിഗേഷനിലെ അംഗമാകാനുള്ളതാണ് എന്ന് തിരിച്ചറിയുകയും മണ്ണുത്തി ജനറലേറ്റിൽ ഒരു അർത്ഥിനിയായി പ്രവേശിക്കുകയും ചെയ്തു. ആസ്പെറൻസി, പോസ്റ്റൻസി, നൊവിഷ്യേറ്റ് കാലഘട്ടത്തിന് ശേഷം 6/5/1976 സിസ്റ്റർ പ്രീത എന്ന സന്യാസ പേരോടെ സഭാവസ്ത്രവും 20/5/1982 നിത്യവ്രതാർപ്പണം നടത്തുകയും ചെയ്തു. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ഈ സങ്കീർത്തന വചനം ജീവിതബന്ധിയാക്കി നല്ലൊരു അധ്യാപിക, കുഞ്ഞുമക്കളുടെ കൂട്ടുകാരി, സുപ്പീരിയർ എന്ന നിലകളിൽ തന്റെ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച് ആയിരുന്ന ഇടങ്ങളിലെല്ലാം പേരുപോലെ സംപ്രീതിയായ സിസ്റ്റർ പ്രീത ഇന്ന് സുവർണ ജൂബിലി നിറവിൽ ആയിരിക്കുമ്പോൾ മേരിയൻ പ്രോവിൻസിന്റെ ഹൃദയം നിറഞ്ഞ ജൂബിലി മംഗളങ്ങൾ, ആശംസകൾ. വിശുദ്ധ മറിയം ത്രേസ്യയുടെയും ധന്യൻ ജോസഫ് വിധേയത്തിലച്ഛൻ്റെയും പാദസ്പർശനമേറ്റ ഇരിങ്ങാലക്കുട കുഴിക്കാട്ടുശ്ശേരി ഇടവകയിൽ തൃശൂക്കാരൻ ലോനപ്പൻ, കുഞ്ഞന്നം എന്നീ ദമ്പതികളുടെ 7 മക്കളിൽ രണ്ടാമത്തെ സന്താനമായി ജെസു എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന റോസിലി 12/9/1952 ജനിച്ചു. ജ്ഞാനസ്നാന പേരും റോസിലി എന്നായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസവും ഹൈസ്കൂൾ വിദ്യാഭ്യാസവും കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് ഗേൾസ് സ്കൂളിൽ ആയിരുന്നു. വിശുദ്ധ മറിയം ത്രേസ്യയെക്കുറിച്ച് നന്നായി അറിയാവുന്ന അമ്മയിൽ നിന്നും കേട്ടറിഞ്ഞ കാര്യങ്ങൾ ഹൃദയത്തിൽ ഒരു പ്രതിഫലനമുണ്ടാക്കിയപ്പോൾ തൻ്റെ ദൈവവിളി ഒരു ഹോളി ഫാമിലി സിസ്റ്റർ ആകാനാണ് എന്ന് ജേസു തിരിച്ചറിഞ്ഞു. 1972 മണ്ണുത്തി ജനറലേറ്റ് ഹൗസിൽ സന്യാസാർത്ഥിനിയായി കടന്നു വന്ന റോസിലി ഫോർമേഷൻ കാലങ്ങളിൽ താൻ പഠിച്ചറിഞ്ഞതും അനുഭവിച്ചറിഞ്ഞതുമായ ദൈവസ്നേഹത്തിൻ്റെ തീവ്രതയിൽ 6/5/1976 സിസ്റ്റർ ലത എന്ന പേരോടെ ആദിവ്രതാർപ്പണവും 20/5/1982 നിത്യവ്രതാർപ്പണവും നടത്തി ഹോളി ഫാമിലി കോൺഗ്രിഗേഷനിലെ അംഗമായി. മക്കളിൽ 4 പേർ കുടുംബജീവിതം തിരഞ്ഞെടുത്തപ്പോൾ 3 പേർ ഈശോയുടെ മണവാട്ടികളായി. സിസ്റ്റർ ലതയുടെ സഹോദരിമാരായ സിസ്റ്റർ ലിസ്യു ജോൺ സിസ്റ്റർ ലതയോടൊപ്പം ആരോഗ്യമാതാ പ്രൊവിൻസിലും സിസ്റ്റർ സീന ജോൺ മേരിയൻ പ്രൊവിൻസിലും തങ്ങളുടെ ശുശ്രൂഷകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് കൂടുതൽ ഉപകാരപ്രദമാകണമെന്ന ലക്ഷ്യത്തോടെ ചെന്നൈയിൽ നിന്നും സോഷ്യൽ വർക്കിൽ ബിരുദം കരസ്ഥമാക്കിയതിനു ശേഷം പാലക്കാട് രൂപതയിലെ PSSPയിലും കോയമ്പത്തൂർ പ്രേക്ഷിത ഭവനിലും ദീർഘകാലം തൻ്റെ ശുശ്രൂഷകൾ നിർവഹിച്ചു. ഹാസ്യം നിറഞ്ഞ സംസാര രീതിയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വർത്തന രീതിയും തന്മയത്വത്തോടെയുള്ള പ്രവർത്തന ശൈലിയും സ്വന്തമാക്കിയ സിസ്റ്റർ ലത ഫാമിലി അപ്പോസ്റ്റലേറ്റ് മേഖലയിലും സാമൂഹിക മേഖലകളിലും തൻ്റെ പ്രാവീണ്യം പ്രകടമാക്കിയിട്ടുണ്ട്. 10 തവണ സുപ്പീരിയറായും ഹോസ്റ്റൽ വാർഡൻ, ക്യാഷ്യർ, ടീച്ചർ എന്നീ നിലകളിൽ സിസ്റ്റർ ലത തൻ്റെ സേവനം നിർവഹിച്ചിട്ടുണ്ട്. അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങു തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ. സഭയുടെ ഉന്നമനം ലക്ഷ്യമിട്ട് പുതുതായി രൂപം പ്രാപിച്ച ആരോഗ്യമാതാ വൈസ് പ്രൊവിൻസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ധീരതയോടെ കാലെടുത്തു വെച്ച മിഷനറി സിസ്റ്റർ ലത ഇന്ന് മഹാലിംഗപുരം കോൺവെന്റ് സുപ്പീരിയറായി ശുശ്രൂഷ നിർവഹിക്കുന്നു. നന്ദിയാൽ തരളിതമായ ഹൃദയമാനസങ്ങളോടെ സുവർണ ജൂബിലി നിറവിലായിരിക്കുന്ന സിസ്റ്റർ ലതയ്ക്ക് മേരിയൻ പ്രൊവിൻസിന്റെ ജൂബിലി മംഗളങ്ങൾ, പ്രാർത്ഥനകൾ. തൃശൂർ അതിരൂപത വെണ്ടൂർ ഇടവക കല്ലൂക്കാരൻ പൗലൂസ് മറിയം ദമ്പതികളുടെ 5 മക്കളിൽ പ്രഥമ സന്താനമായി ട്രീസ 1955 മാർച്ച് 4 ഭൂജാതയായി. ജ്ഞാനസ്നാന വേളയിൽ ത്രേസ്യ എന്ന പേര് സ്വീകരിച്ചു.
3 പെൺകുട്ടികളും 2 ആൺകുട്ടികളും അടങ്ങിയതായിരുന്നു ട്രീസയുടെ കുടുംബം. ഇവരിൽ ട്രീസയും ഷേർലിയും ദീപയും സന്യാസ ജീവിതവും മറ്റ് സഹോദരങ്ങൾ കുടുംബജീവിതവും നയിക്കുന്നു. ട്രീസ തന്റെ വിദ്യാഭ്യാസ ജീവിതത്തിന് തുടക്കം കുറിച്ചത് വെണ്ടൂർ പള്ളി സ്കൂളിലും അളഗപ്പൻ നഗർ ത്യാഗരാജൻ സ്കൂളിലുമായിരുന്നു. അതിനുശേഷം പ്രീ ഡിഗ്രി പഠനത്തിനായി ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജിലാണ് ട്രീസ തെരഞ്ഞെടുത്തത്. പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ ഈശോയുടെ മണവാട്ടിയായി ഒരു സമർപ്പിതയായി ജീവിക്കുവാനുള്ള അടങ്ങാത്ത ദാഹം ഹൃദയത്തിലൊരു അഗ്നിയായി മാറിയപ്പോൾ 1974 ജൂൺ മാസത്തിൽ അർത്തിനിയായി മണ്ണുത്തി ജനറലേറ്റിലേക്ക് കടന്നു വന്നു. രൂപീകരണത്തിന്റെ കാലഘട്ടത്തിൽ തന്നിലെ ദൈവസ്നേഹത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞ് 1976 മെയ് 6 സിസ്റ്റർ ഗീത എന്ന പേരോടെ പ്രഥമവ്രത വാഗ്ദാനം നടത്തുകയും 1982 നിത്യവ്രത വാഗ്ദാനത്തിലൂടെ എന്നേക്കും ഈശോയുടെ സ്വന്തമായി തീരുകയും ചെയ്തു. ബാംഗ്ലൂർ ധർമാരാം കോളേജിൽ നിന്ന് BTH ഡിഗ്രി എടുത്തു. ആർജിച്ചെടുത്ത അറിവ് പകർന്നു കൊടുക്കുവാൻ ആദ്യത്തെ പ്രവർത്തന മേഖലയായി മലമ്പുഴയിൽ രൂപീകരണ കാലഘട്ടത്തിന്റെ ആദ്യപടിയിലായിരുന്നവർക്ക് ഒരു പരിശീലകയായി സിസ്റ്റർ ഗീത. ലോണിയിൽ മിഷൻ ജൂനിയറേറ്റിലും സാഗർ SJ സിസ്റ്റേഴ്സിന്റെ നോവിഷ്യേറ്റ് ഡയറക്ടറസായും ഫോർമേഷൻ രംഗത്ത് ശുശ്രൂഷ ചെയ്തു. ഭഗൽപൂർ, ഹർദ, ബച്ചാവ്, ജിവതി, മൈലമ്പിള്ളി, ഉക്കടം, പൊന്നങ്കോട്, ആലത്തൂർ എന്നിവിടങ്ങളിൽ സുപ്പീരിയറായും കടലുണ്ടി, ആരോഗ്യമാത പൊള്ളാച്ചി, കൊടുവായൂർ, ജിവതി മിഷൻ എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസ പ്രേഷിതത്വവും സിസ്റ്റർ നിർവഹിച്ചു. സംഗീതത്തിൽ നിപുണയായ സിസ്റ്റർ ഗീത മേരിയൻ പ്രൊവിൻസിന്റെ മരിയൻ ആന്തം രചിക്കുകയും ഈണം പകരുകയും ചെയ്തു. അതുപോലെ തന്നെ സമൂഹത്തിന് ഉണർവ് പകരുന്ന വിധത്തിൽ തമാശകൾ പറയുവാനും കൂടപ്പിറപ്പുകളെ സ്നേഹിക്കുവാനും മറ്റുള്ളവർക്ക് സ്വഭാവന പ്രതീതിയിൽ ജീവിക്കുവാനും തക്ക സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും രുചികരമായി ഭക്ഷണം പാകം ചെയ്ത് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. പാവപ്പെട്ടവരോടുള്ള പരിഗണനയും സഹായമനസ്കതയും സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്നതും സിസ്റ്ററിന്റെ നിഷ്കളങ്ക സ്നേഹത്തെ വളർത്തിയെടുത്ത സ്വഭാവ പ്രത്യേകതകളാണ്. കൊല്ലങ്കോട് ഭവനത്തിൽ തന്റെ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റർ ഗീതയുടെ ജീവിതം ഈ തിരുവചനത്തിൽ ആശ്രയം കണ്ടെത്തിക്കൊണ്ടായിരുന്നു. കർത്താവാണ് എന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത്തുഭാഗത്തുണ്ട്. കാവൽക്കാരനായ യേശുവിന്റെ കയ്യിൽ പിടിച്ച് 50-ാം വർഷത്തിലൂടെ സിസ്റ്റർ ഗീത കടന്നു പോകുമ്പോൾ നിറഞ്ഞ സന്തോഷത്തോടെ, അതിലുപരി നന്ദിയോടെ ജൂബിലി മംഗളങ്ങൾ. ഇരിങ്ങാലക്കുട രൂപതയിലെ കുറ്റിക്കാട്ടിടവക പയ്യപ്പള്ളി വീട്ടിൽ ലോനപ്പൻ മേരി ദമ്പതികളുടെ 8 മക്കളിൽ 3ാമത്തെ സന്താനമായി 7/5/1955 LC പൂജാതയായി. തന്റെ വിദ്യാഭ്യാസ കാലഘട്ടം ചിലവഴിച്ചത് കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലായിരുന്നു. എൽസിയുടെ സഹോദരങ്ങളിൽ 2 പേർ സന്യാസ ദൈവവിളി സ്വീകരിച്ചു. ഇവർ സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ SMI, സിസ്റ്റർ അഞ്ജലി CHF. SSLC പാസ്സായ ശേഷം ദൈവവിളി തിരിച്ചറിഞ്ഞ എൽസി ഈശോയുടെ മുന്തിരിത്തോപ്പിൽ വേല ചെയ്യാനുള്ള ആഗ്രഹത്തോടെ ഹോളി ഫാമിലി കോൺഗ്രിഗേഷനിൽ തന്റെ ചുവടുറപ്പിച്ചു. പരിശീലന കാലഘട്ടങ്ങൾക്കു ശേഷം അർപ്പണ മനോഭാവത്തോടെ ജീവിക്കാൻ തീരുമാനിച്ച എൽസി 6/5/1976 സിസ്റ്റർ അർപ്പിത എന്ന പേരോടെ ആദിവ്രത വാഗ്ദാനവും 20/5/1982 നിത്യവ്രത വാഗ്ദാനവും നടത്തി. സമർപ്പിത ജീവിതം ദൈവസ്നേഹത്തിന്റെ ആഘോഷമാക്കി മാറ്റിയ സിസ്റ്റർ അർപ്പിത വിദ്യാഭ്യാസ രംഗമാണ് തന്റെ പ്രവർത്തന മേഖലയെന്ന് തിരിച്ചറിഞ്ഞ സിസ്റ്റർ മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും BA B.Ed പാസ്സായി. തൃശൂർ, പാലക്കാട്, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലുള്ള പല ഭവനങ്ങളിലും സിസ്റ്റർ ശുശ്രൂഷകൾ നിർവഹിച്ചത് കുഞ്ഞുമക്കളുടെ ഇടയിലായിരുന്നു. ഭൗതികമായ അറിവിനോടൊപ്പം ദൈവ അറിവും പകർന്നു കൊടുക്കുവാൻ വചനാധിഷ്ഠിതമായ കഥകളും പാട്ടുകളും സ്വയം എഴുതി അതിന് ഈണം പകർന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നത് സിസ്റ്റർ അർപ്പിതയുടെ സമർപ്പണ ജീവിതത്തിന്റെ ദൈവീകതയെ ചൂണ്ടിക്കാണിക്കുന്നു. 43 വർഷം അധ്യാപികയായും
3 വർഷം കുടുംബപ്രേക്ഷിത രംഗത്തും പ്രവർത്തിച്ച സിസ്റ്റർ അർപ്പിത ഇപ്പോഴും ആരോഗ്യമാതാ വൈസ് പ്രോവിൻസിലെ പൊള്ളാച്ചി LP സ്കൂളിൽ തന്റെ സ്തുത്യർഹമായ സേവനം തുടർന്നുകൊണ്ടിരിക്കുന്നു. ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി. അങ്ങേക്ക് പ്രസാദമുള്ളവരെ അവിടുന്ന് പഠിപ്പിച്ചു. അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. വ്യക്തികളെയും കുടുംബങ്ങളെയും ദൈവിക ജ്ഞാനം കൊണ്ട് നിറയ്ക്കാൻ തൻ്റെ ജീവിതം സമർപ്പിച്ച സിസ്റ്റർ അർപ്പിതയും ഒരേ ദിവസം തന്നെ ഒരേ ദേവാലയത്തിൽ വെച്ച് വ്രതവാഗ്ദാനം നടത്തിയ അനുജത്തി സിസ്റ്റർ അഞ്ജലിയും ഇന്ന് സുവർണ ജൂബിലി നിറവിലാണ്. രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞങ്ങൾ നേരുന്നു. ഏറ്റവും സ്നേഹത്തോടെ സിസ്റ്റർ അർപ്പിതയ്ക്ക് ജൂബിലിയുടെ മംഗളങ്ങൾ, പ്രാർത്ഥനകൾ. 1955 നവംബർ 19 നാലത്തടി തറവാട്ടിൽ ആഗസ്തി ഏലിയാമ്മ ദമ്പതികളുടെ 9 മക്കളിൽ ആദ്യ സന്താനമായി ലില്ലി ജനിച്ചു. മച്ചാട് സെയിന്റ് ആന്റണീസ് ദേവാലയത്തിൽ വെച്ച് അന്നമ്മ എന്ന പേരോടെ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം വട്ടേക്കാട് നാരായണ മേനോൻ മെമ്മോറിയൽ സ്കൂളിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം ചേലക്കര ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിലുമാണ് പൂർത്തിയാക്കിയത്. 1973 ചെമ്പൂക്കാവ് ഹോളി ഫാമിലി സ്കൂളിൽ ഓഫീസ് സ്റ്റാഫായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിളിക്കുള്ളിലെ ദൈവവിളിയുടെ സ്വരം തിരിച്ചറിഞ്ഞ് 1974 മെയ് 14 മണ്ണുത്തി ജനറലേറ്റ് ഭവനത്തിൽ ആസ്പിരൻസിയിൽ വന്നു ചേർന്നു. പരിശീലന കാലഘട്ടങ്ങളായ ആസ്പിരൻസി, പോസ്റ്റുലൻസി, നോവിഷ്യേറ്റ് എന്നീ കാലങ്ങളിൽ തൻ്റെ ദൈവവിളി ദൃഢപ്പെടുത്തി ഈശോയുമായി വേർപെടുത്താനാവാത്ത ഒരു ബന്ധം സ്ഥാപിക്കാൻ തയ്യാറായി. 1976 മെയ് 6 സിസ്റ്റർ ലില്ലി എന്ന സന്യാസ പേരോടെ ആദിവ്രതാർപ്പണവും 1984 നിത്യവ്രതാർപ്പണവും നടത്തി. മറ്റു സഹോദരങ്ങൾ കുടുംബജീവിതം തിരഞ്ഞെടുത്തപ്പോൾ ഈശോയുടെ ലില്ലി പുഷ്പമായി സിസ്റ്റർ ലില്ലി സന്യാസ ജീവിതം ആരംഭിച്ചു. പഞ്ചാബിൽ നിന്ന് ജനറൽ നഴ്സിംഗിലും മിഡ്വൈഫറിയിലും പഠനം പൂർത്തിയാക്കി ആതുര ശുശ്രൂഷ മേഖലയിലേക്ക് തൻ്റെ വഴികൾ തിരിച്ചുവിട്ടു. വിശുദ്ധ മറിയം ത്രേസ്യയുടെ മകളായി തൻ്റെ കർമ്മരംഗങ്ങളിൽ ഏറ്റവും തീഷ്ണതയോടെയും ദൈവസ്നേഹത്താൽ ജ്വലിക്കുന്ന ഹൃദയത്തോടെയും അപരൻ്റെ മുറിവുകൾ വച്ചുകെട്ടാനും ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ തണുപ്പിക്കാനും സിസ്റ്റർ ലില്ലി സദാ ജാഗരൂകയായിരുന്നു. അരനാട്ടുകര, താണ്ഡവപുരം, ഭരത്പൂർ, ഹാർദ, മെരിലാൻഡ്, മലമ്പുഴ, ചാന്ത മിഷൻ എന്നീയിടങ്ങളിൽ ശുശ്രൂഷകൾ നിർവഹിച്ചിട്ടുള്ള സിസ്റ്റർ ലില്ലി പ്രൊവിൻഷ്യൽ സെക്രട്ടറി, പ്രൊവിൻഷ്യൽ കൗൺസിലർ, സുപ്പീരിയർ, നഴ്സിംഗ് മേട്രൻ, ടീച്ചർ എന്നീ നിലകളിൽ തൻ്റെ സേവനം കാഴ്ചവെച്ചിട്ടുണ്ട്. സിസ്റ്ററിൻ്റെ എടുത്തു പറയത്തക്ക ഒരു സ്വഭാവ സവിശേഷതയാണ് മരണാസന്നരുടെ കിടക്കിക്കരികിൽ കണ്ണിമ പൂട്ടാതെ ഒരു മാലാഖയെ പോലെ അവരെ നന്മരണത്തിനൊരുക്കി ഈശോയുടെ അരികിലേക്ക് യാത്രയാക്കുന്നത്. മലമ്പുഴ പ്രൊവിഡൻസ് കോൺവെന്റിൽ ആലംബഹീനരായ സഹോദരിമാർക്ക് വെളിച്ചമായി, തണലായി, താങ്ങായി സിസ്റ്റർ തൻ്റെ ദൗത്യം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സുവർണ ജൂബിലി നിറവിലായിരിക്കുന്ന സിസ്റ്റർ ലില്ലിക്ക് ജൂബിലി മംഗളങ്ങൾ, പ്രാർത്ഥന ആശംസകൾ. ഇരിങ്ങാലക്കുട രൂപത, അവിട്ടത്തൂർ ഇടവക, ചിറ്റിലപ്പള്ളി തൊമ്മാന ലോനപ്പൻ റോസ ദമ്പതികളുടെ 7 മക്കളിൽ 7ാമത്തെ സന്താനമായി 1956 ജൂലൈ 21 അൽഫോൻസ ഭൂജാതയായി. അവിട്ടത്തൂർ തിരുക്കുടുംബ ദേവാലയത്തിൽ നിന്നും മാമോദിസ സ്വീകരിച്ചു. അൽഫോൻസയുടെ കുടുംബത്തിൽ 4 പെൺമക്കളും 3 ആൺമക്കളുമാണ്. തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം അവിട്ടത്തൂർ കോൺവെന്റ് സ്കൂളിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഇരിങ്ങാലക്കുട ലിറ്റിൽ ഫ്ലവർ ഗേൾസ് സ്കൂളിലുമായിരുന്നു. പ്രീ ഡിഗ്രി പഠനം ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജിലായിരുന്നു. ഈ കാലങ്ങളിൽ സന്യസ്തജീവിതം നയിക്കുവാനുള്ള ഈശോയുടെ ക്ഷണം സ്വീകരിച്ച് ഹോളി ഫാമിലി കോൺഗ്രിഗേഷന്റെ വയലിൽ വേല ചെയ്യുവാൻ തീരുമാനിച്ചുറച്ച അൽഫോൻസ 1974 ജൂൺ 4 ഹോളി ഫാമിലി ജനറലേറ്റിൽ ആസ്പിരൻസിയിൽ പ്രവേശിച്ചു. ഫോർമേഷൻ കാലങ്ങളിൽ താൻ തിരിച്ചറിഞ്ഞ ദൈവസ്നേഹം ഹൃദയത്തിൽ ഒരു ഹരമായി മാറിയപ്പോൾ 1976 മെയ് 6 സിസ്റ്റർ രഞ്ജിത എന്ന പേരോടെ പ്രഥമവ്രത വാഗ്ദാനവും
1982 മെയ് 20 നിത്യവ്രതാർപ്പണവും നടത്തി. ഈശോയ്ക്ക് തന്നെ പൂർണ്ണമായും സമർപ്പണം നടത്തി. മുറിവേറ്റവരെയും രോഗികളെയും ശുശ്രൂഷിക്കുവാനുള്ള അടങ്ങാത്ത ദാഹം ആതുര ശുശ്രൂഷ രംഗത്തേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ സിസ്റ്ററിനെ പ്രേരിപ്പിച്ചു. ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠനത്തിന് ശേഷം റോം, അമേരിക്ക എന്നിവിടങ്ങളിൽ സേവനം ചെയ്യുകയും ഒപ്പം നഴ്സിംഗിൽ ബിരുദവും കരസ്ഥമാക്കുകയും ചെയ്തു. മലമ്പുഴ മദർ ജോസഫിൻ മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കുഴിക്കാട്ടിശ്ശേരിയിലെ വിശുദ്ധ മറിയം ത്രേസ്യ ഹോസ്പിറ്റൽ, അമല മെഡിക്കൽ കോളേജ്, പാലന ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ ആതുര ശുശ്രൂഷ നിർവഹിച്ച സിസ്റ്റർ രഞ്ജിത പ്രൊവിൻഷ്യൽ കൗൺസിലർ, നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, ട്യൂട്ടർ, ഡിഅഡിക്ഷൻ സെന്റർ, കടുമേനി വൃദ്ധസദനം തുടങ്ങിയ മേഖലകളിൽ സുപ്പീരിയർ, സ്റ്റാഫ് നഴ്സ് എന്നീ നിലകളിലും തന്റെ കർത്തവ്യങ്ങൾ നിഷ്ഠയോടെ അനുഷ്ഠിച്ചു. നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. ദൈവം പഠിപ്പിച്ച നന്മയായിട്ടുള്ളവ അപരന് പകർന്നുകൊടുത്തും അവിടുന്ന് കാണിച്ചു കൊടുത്ത വഴിയിലൂടെ നടന്നു നീങ്ങിയും ഇന്ന് 50-ാം വർഷത്തിന്റെ നിറവിലും തികവിലും കൃതജ്ഞതയോടെ ആയിരിക്കുന്ന സിസ്റ്റർ രഞ്ജിതയ്ക്ക് സുവർണ ജൂബിലി ആശംസകൾ. ഇരിങ്ങാലക്കുട രൂപത കുറ്റിക്കാട്ട് ഇടവകയിലെ പയ്യപ്പള്ളി ലോനപ്പൻ മേരി ദമ്പതികളുടെ 8 മക്കളിൽ 4ാമത്തെ മകളായി ഓമന 24/7/1957 ജനിച്ചു. ജ്ഞാനസ്നാന പേർ ഫിലോമിന എന്നായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസം മുഴുവനും കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലായിരുന്നു. ചുറുചുറുക്കും കുസൃതി കുടുക്കിയുമായ ഓമനയുടെ സഹോദരിമാരിൽ ലൂസി, സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ എന്ന പേരോടെ സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് കോൺഗ്രിഗേഷനിലും എൽസി ഹോളി ഫാമിലി കോൺഗ്രിഗേഷനിൽ സിസ്റ്റർ അർപ്പിത എന്ന പേരോടെയും സമർപ്പിത ജീവിതം ആശ്ലേഷിച്ചു. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഓമന തന്റെ ആത്മനാഥന്റെ വിളി തിരിച്ചറിഞ്ഞ് 1974 മെയ് 14 മണ്ണൂത്തി ഹോളി ഫാമിലി ജനറലേറ്റിൽ അർദ്ധനിയായി കടന്നുവന്നു. തന്റെ ജീവിതം മുഴുവനും യേശു സാക്ഷിയായി അനേകരുടെ ആത്മരക്ഷയ്ക്കായി വിനിയോഗിക്കണമെന്ന ആഗ്രഹത്തോടെ പരിശീലന കാലഘട്ടങ്ങൾ പൂർത്തിയാക്കി 1976 മെയ് 6 ഓമന സിസ്റ്റർ അഞ്ജലി എന്ന പേരോടെ സമർപ്പിത ജീവിതത്തിന് തുടക്കം കുറിച്ചു. 1983 മെയ് 20 നിത്യവ്രത വാഗ്ദാനം ചെയ്ത് ഈശോയുടെ സ്വന്തമായി തീരുകയും ചെയ്തു. അതിനുശേഷം ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും ഡിഗ്രിയും, ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ നിന്ന് എൻകോമും ഉയർന്ന മാർക്കോടെ പാസ്സായ സിസ്റ്റർ അഞ്ജലി ധർമാരാം കോളേജിൽ നിന്ന് തിയോളജിയിൽ ഡിപ്ലോമയും വേലൂർ ഫാക്ടറിയിൽ നിന്ന് സൈക്കോളജിയിൽ ഡിപ്ലോമയും കരസ്ഥമാക്കി. അധ്യാപിക, ട്രഷറർ, പ്രിൻസിപ്പൽ, പ്രൊവിൻഷ്യൽ സെക്രട്ടറി എന്നീ നിലകളിൽ സിസ്റ്റർ കർത്തവ്യനിരതയായിരുന്നു. ചുറുചുറുക്കും ഉത്സാഹവും ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വവും നർമ്മരസം കലർന്ന സംഭാഷണ രീതിയും തകർന്ന കുടുംബ ബന്ധങ്ങളെ കൂട്ടിയിണക്കാനുള്ള ദൈവിക ജ്ഞാനവും കഴിവും സദാ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്ന പുഞ്ചിരിയും ലാളിത്യവും സിസ്റ്റർ അഞ്ജലിയുടെ സമർപ്പിത ജീവിതത്തെ മനോഹരമാക്കുന്ന പ്രത്യേകതകളാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറൂസലേമിലും യൂദയ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഈ തിരുവചനത്തിന്റെ അഭിഷേകം സിസ്റ്റർ അഞ്ജലിയിൽ നിറഞ്ഞപ്പോൾ 16 വർഷമായി പാലക്കാട് രൂപത മരിയൻ റിന്യൂവൽ റിട്രീറ്റ് സെന്ററിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്നവർക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും വചന പ്രഘോഷകയായും സ്പിരിച്വൽ കൗൺസിലറായും തന്റെ ദൈവിക ശുശ്രൂഷ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മീയതയുടെ നിറവിൽ ജ്വലിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ് ദൈവത്തിന്റെ പട്ടണം ഈ ഭൂമിയിൽ പണിതുയർത്തിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റർ അഞ്ജലിക്ക് സുവർണ ജൂബിലിയുടെ മംഗളങ്ങൾ, പ്രാർത്ഥനകൾ ഹൃദയപൂർവ്വം നേരുന്നു. പാലക്കാട് രൂപത പാലക്കയം പ്ലാത്തോട്ടത്തിൽ PJ സ്കറിയയുടെയും മോനിക്കയുടെയും 6ാമത്തെ മകളായി
12/2/1973 ബീനാമോൾ ഭൂജാതയായി. 4 സഹോദരന്മാരും ഒരു സഹോദരിയും അടങ്ങിയ സന്തുഷ്ട കുടുംബമായിരുന്നു ബീനാമോളുടേത്. പ്രാഥമിക വിദ്യാഭ്യാസവും ഹൈസ്കൂൾ വിദ്യാഭ്യാസവും പൂർത്തിയാക്കി BA ഹിസ്റ്ററി എടുത്ത് പഠിച്ച് ബീനാമോൾ ഒരു അധ്യാപികയാകണമെന്ന ആഗ്രഹത്തിൽ BEdും പൂർത്തിയാക്കി. BEd പഠനം പൂർത്തിയാക്കിയ ബീനയുടെ ജീവിതത്തിലേക്ക് ദൈവസ്നേഹം പ്രവഹിച്ചപ്പോൾ ഭൗതിക നേട്ടങ്ങളെക്കാൾ ഉപരി ആത്മീയ നേട്ടങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് ഒരു ഹോളി ഫാമിലി സിസ്റ്റർ ആകാൻ തീരുമാനിച്ച് 1997 മേരിയൻ പ്രൊവിൻസിലേക്ക് കടന്നുവന്നു. അന്ന് തുടങ്ങി ഈശോയെ എങ്ങനെയൊക്കെ പ്രീതിപ്പെടുത്താമെന്ന് ചിന്തിച്ച് ഫോർമേഷൻ കാലം മുഴുവനും ദൈവിക ശക്തിക്ക് മുന്നിൽ തന്റെ ബുദ്ധിയും കഴിവും അടിയറ വെച്ച് 14/5/2001 സിസ്റ്റർ ബീന തെരസ് എന്ന സന്യാസനാമത്തോടെ പ്രഥമവ്രത വാഗ്ദാനം നടത്തി. 14/5/2007 തന്റെ ദിവ്യമണവാളനായ ഈശോയോട് എന്നും ചേർന്നിരിക്കുവാൻ നിത്യവ്രത വാഗ്ദാനത്തിലൂടെ സമ്പൂർണമായി സമർപ്പണം ചെയ്തു. സ്കൂൾ അധ്യാപനത്തോടൊപ്പം MA പഠനവും സിസ്റ്റർ പൂർത്തിയാക്കി. ഹോളി ഫാമിലി UP സ്കൂൾ കാഞ്ഞിരപ്പുഴ, ചെറുപുഷ്പം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വടക്കഞ്ചേരി എന്നിവിടങ്ങളിൽ അധ്യാപികയായും വടക്കഞ്ചേരി ഹോളി ഫാമിലി കോൺവെന്റിലെ സുപ്പീരിയറായും മതബോധന അധ്യാപിക, ഹെഡ് മിസ്ട്രസ്, കോൺവെന്റ് ട്രഷറർ, സ്കൂൾ ട്രഷറർ എന്നീ നിലകളിലും തന്റെ നൈപുണ്യം സിസ്റ്റർ തെളിയിച്ചു. ദീർഘനേരം ദൈവസന്നിധിയിൽ ചെലവഴിച്ച് ദൈവിക ചൈതന്യം ആർജിച്ചെടുത്ത് സാമൂഹ്യശാസ്ത്രത്തോടൊപ്പം ദൈവിക അറിവും കുട്ടികളുടെ മനസ്സിൽ പ്രതിഫലിപ്പിക്കുന്ന സിസ്റ്റർ ബീന തെരസ് അധ്യാപന രംഗത്ത് 25 വർഷമായി തന്റെ സ്നേഹ ശുശ്രൂഷകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മകനെ, നിന്റെ ഹൃദയം ജ്ഞാനമുള്ളതെങ്കിൽ എന്റെ ഹൃദയവും സന്തോഷിക്കും. ഈ തിരുവചനം ജീവിതബന്ധിയാക്കി വരും തലമുറയെ അറിവിന്റെ വെളിച്ചത്തിലേക്ക് നയിക്കുകയും സഹോദരിമാർക്ക് സന്തോഷത്തിന്റെ തേനരുവിയായി തീരുകയും ചെയ്ത സിസ്റ്റർ ബീന തെരസിന് സിൽവർ ജൂബിലിയുടെ ആശംസകൾ, പ്രാർത്ഥനകൾ. രാമനാഥപുരം രൂപതയിൽ വാൽപ്പാറ ഇടവകയിൽ തെക്കിനിയടത്ത് തോമസിന്റെയും റാണിയുടെയും 4 മക്കളിൽ മൂന്നാമത്തെ മകളായി 31/8/1979 ജിനി ജനിച്ചു. ഇടപ്പള്ളിയിലായിരുന്നു ജനനമെങ്കിലും തുടർന്നുള്ള തന്റെ കുട്ടിക്കാലം വാൽപ്പാറയിലായിരുന്നു. ജിനി തന്റെ പ്രൈമറി ഹൈസ്കൂൾ വിദ്യാഭ്യാസ ജീവിതകാലം ചിലവഴിച്ചത് വാൽപ്പാറയിലെ സേക്രഡ് ഹാർട്ട് മെട്രിക്കുലേഷൻ CBSE സ്കൂളിലായിരുന്നു. വിദ്യാഭ്യാസ ജീവിതത്തിനിടയിൽ തന്റെ ജീവിതത്തിലെ ദൈവിക ഇടപെടലുകളെ തിരിച്ചറിഞ്ഞ ജിനി സമർപ്പിത ജീവിതം ആഗ്രഹിച്ച് 1995 മേരിയൻ പ്രോവിൻസിൽ സന്യാസ അർത്ഥിനിയായി കടന്നുവന്നു. ഫോർമേഷൻ കാലത്ത് തന്നെ +1+2 പഠനം അൽബേർണിയ CBSE ഹയർ സെക്കൻഡറിയിൽ പൂർത്തിയാക്കി. പോസ്റ്റ്ലൻസി, നൊവിഷ്യേറ്റ് കാലങ്ങളിൽ ആർജിച്ചെടുത്ത ദൈവിക ചൈതന്യവും സന്യാസ ജീവിതത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശവും ആഴത്തിൽ തന്റെ ഹൃദയത്തെ സ്പർശിച്ചപ്പോൾ ഈശോയുടെ മണവാട്ടിയാകാൻ ഉറച്ച തീരുമാനത്തോടെ സിസ്റ്റർ ജീസ് മരിയ എന്ന നാമം സ്വീകരിച്ച് 14/5/2001 ആദ്യ പ്രദാർപ്പണവും 24/6/2006 നിത്യപ്രദാർപ്പണവും നടത്തുകയും ചെയ്തു. 24/6/2006 നിർമ്മല കോളേജിൽ നിന്നും ഡിഗ്രിയും PGയും BEdും പൂർത്തിയാക്കിയ സിസ്റ്റർ ജീസ് മരിയ അധ്യാപന രംഗത്താണ് ഈ വർഷങ്ങൾ അത്രയും ചെലവഴിച്ചത്. സെന്റ് തോമസ് സ്കൂൾ ഒലവക്കോട്, ആരോഗ്യമാത മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ, പ്രൊവിൻഷ്യൽ കൗൺസിലർ എന്നീ നിലകളിൽ തന്റെ ശുശ്രൂഷകൾ നിർവഹിച്ച് വിദ്യാർത്ഥി ഹൃദയങ്ങളിൽ ദൈവസ്നേഹത്തിന്റെ വിത്ത് വിതച്ച ഒരു ദൈവാന്വേഷിയായ ഗുരുനാഥയാണ് സിസ്റ്റർ ജീസ് മരിയ. സഹോദരങ്ങളിൽ 2 പേർ വിവാഹ ജീവിതത്തിലേക്കും സഹോദരൻ റെവറൻഡ് ഫാദർ ജോബി തെക്കിനിയട വൈദിക അന്തസ്സിലേക്കും പ്രവേശിച്ച് ഇന്ന് രാമനാഥപുരം രൂപതയിലെ വിശ്വാസപുരം ഇടവകയിൽ തന്റെ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ആരോഗ്യമാത പ്രോവിൻസിലെ ഉക്കടം ഹോളി ഫാമിലി മെട്രിക്കുലേഷൻ സ്കൂളിൽ പ്രിൻസിപ്പലായി തന്റെ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റർ ജീസ് മരിയയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന തിരുവചനം ഇതാണ്: കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. 25 വർഷക്കാലം ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങളുടെ പാനപാത്രം ഉയർത്തിപ്പിടിച്ച്
രക്ഷിച്ച ദൈവത്തിന്റെ തിരുനാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ആയിരിക്കുന്ന സിസ്റ്റർ ജീസ് മരിയയ്ക്ക് മേരിയൻ പ്രോവിൻസിന്റെ സിൽവർ ജൂബിലി ആശംസകൾ, പ്രാർത്ഥനകൾ. തലശ്ശേരി അതിരൂപതയിലെ ഒറ്റത്തൈ ഇടവകയിൽ വടക്കേടത്ത് ജോസഫ് മറിയക്കുട്ടി ദമ്പതിമാരുടെ 3 മക്കളിൽ 3ാമത്തെ പുത്രിയായി 1980 ഫെബ്രുവരി 12 ഷിജി പൂജാതയായി. ജ്ഞാനസ്നാന പേര് അൽഫോൻസ എന്നാണ്. പ്രാഥമിക വിദ്യാഭ്യാസം ഒറ്റത്തൈ ഗവൺമെന്റ് UP സ്കൂളിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം ആലക്കോട് NSS ഹൈസ്കൂളിലും പൂർത്തിയാക്കി. സ്കൂൾ പഠന കാലഘട്ടത്തിൽ തന്നെ ഒരു സന്യാസിനിയാകാൻ ആഗ്രഹിച്ച ഷിജിമോൾ 1995 SSLC പാസ്സായ ശേഷം തന്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ് ഹോളി ഫാമിലി കോൺഗ്രിഗേഷനിലെ മേരിയൻ പ്രൊവിൻസിൽ അർത്തിനിയായി വന്നു ചേർന്നു. രൂപീകരണ കാലഘട്ടങ്ങളായ ആസ്പിറൻസി, പോസ്റ്റൻസി, നോയിഷിറ്റ് കാലഘട്ടങ്ങൾ പിന്നിട്ട് ഉറച്ച തീരുമാനത്തോടെയും സർവോപരി ഈശോയുടെ മണവാട്ടിയാകുവാനുള്ള അന്തിമമായ ആഗ്രഹത്തോടെയും 2001 മെയ് 14 സിസ്റ്റർ അഞ്ജന എന്ന പേരോടെ പ്രഥമവ്രത വാഗ്ദാനവും 2007 മെയ് 14 നിത്യവ്രതാർപ്പണവും നടത്തി ഈശോയുമായുള്ള ബന്ധം ബലപ്പെടുത്തി. ഫോർമേഷൻ കാലത്തു തന്നെ പ്രീ ഡിഗ്രി പാസ്സായ അഞ്ജന തുടർന്ന് കൊടുവായൂർ ഹോളി ഫാമിലി BEd കോളേജിൽ നിന്ന് BEdും മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹിസ്റ്ററിയിൽ MAയും പാസ്സായി. ത്രീത്വമല, രാജഗിരി, FRC കുഴിക്കാട്ടുശ്ശേരി, തിരുമേനി, തളിപ്പറമ്പ്, ചിറ്റൂർ, മഹാലിംഗപുരം, ആരോഗ്യമാതാ പൊള്ളാച്ചി തുടങ്ങിയ സ്ഥലങ്ങളിൽ അധ്യാപികയായും വൈസ് പ്രിൻസിപ്പളായും മതബോധന പ്രധാനാധ്യാപികയായും സുപ്പീരിയറായും ശുശ്രൂഷകൾ നിർവഹിച്ചിട്ടുണ്ട്. ദൈവത്തോടും സഹോദരങ്ങളോടും ഒരുപോലെ ബന്ധം സൂക്ഷിച്ചിരുന്ന സിസ്റ്റർ അഞ്ജന സംഗീതത്തെ സ്നേഹിക്കുകയും കർണാനന്ദകരമായ ദൈവസന്നിധിയിൽ ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്ത് തമ്പുരാനെ മഹത്വപ്പെടുത്തുന്ന ഒരു സിസ്റ്ററാണ്. എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എന്റെ ബലം. ബലവും ആശ്രയവും സങ്കേതവുമായ ഈശോയുടെ കരത്തിൻ കീഴെ താഴ്മയോടെ നിന്ന് ആരോഗ്യമാതാ പ്രൊവിൻസിലെ ഇടയാർപ്പാളയം ഹോളി ഫാമിലി കോൺവെന്റിന്റെ സുപ്പീരിയറായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. 25 വർഷക്കാലം വഴി നടത്തിയ ദൈവത്തിന്റെ ശക്തിയെയും പ്രാബല്യത്തെയും നന്ദിയോടെ സ്നേഹത്തോടെ ഓർമ്മിച്ചുകൊണ്ട് സിൽവർ ജൂബിലി നിറവിലായിരിക്കുന്ന സിസ്റ്റർ അഞ്ജനയ്ക്ക് മേരിയൻ പ്രൊവിൻസിന്റെ പ്രാർത്ഥനയിൽ കുതിർന്ന ജൂബിലി ആശംസകൾ. ഇരിങ്ങാലക്കുട രൂപത മുരിക്കിങ്ങൽ ഇടവകയിൽ ചക്കാലക്കൽ കുടുംബത്തിൽ ദേവസ്യ ത്രേസ്യ ദമ്പതികളുടെ 3 മക്കളിൽ 2ാമത്തെ പുത്രിയായി 23/7/1980 ബിജി ജനിച്ചു. 10ാം ക്ലാസ് പഠന സമയത്ത് തന്നെ തന്റെ വിളിയെക്കുറിച്ച് ചിന്തിച്ച ബിജി SSLC പാസ്സായതോടെ 25/5/1995 സന്യാസാർത്ഥിനിയായി പാലക്കാട് മേരിയൻ പ്രൊവിൻസിലേക്ക് കടന്നുവന്നു. 6 വർഷത്തെ തന്റെ പരിശീലന കാലഘട്ടത്തിൽ ഈശോയ്ക്ക് വേണ്ടി അനേകം ആത്മാക്കളെ നേടിയെടുക്കണമെന്ന ആഗ്രഹത്തോടെ 14/5/2001 സിസ്റ്റർ ബ്ലസി മരിയ എന്ന പേര് സ്വീകരിച്ച് ആദിവ്രതാർപ്പണം നടത്തി. ജൂനിയർ കാലഘട്ടത്തിൽ വീണ്ടും സമർപ്പണ ജീവിതത്തിന്റെ ആന്തരികമായ അർത്ഥം നന്നായി ബോധ്യപ്പെട്ട സിസ്റ്റർ ബ്ലസി മരിയ 14/5/2007 നിത്യവ്രതാർപ്പണത്തിലൂടെ തന്റെ ജീവിതം മുഴുവൻ ഈശോയ്ക്ക് നിത്യമായി സമർപ്പിച്ചു. അധികാരികൾ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തതാപൂർവ്വം നിർവഹിച്ചിരുന്ന സിസ്റ്റർ ബ്ലസി മരിയ ഡിഗ്രി, BEd, MA എക്കണോമിക്സ് തുടങ്ങിയ കോഴ്സുകൾ പൂർത്തിയാക്കി വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുവാൻ പ്രാപ്തിയായി മാറി. മഹാലിംഗപുരം, ജിവതി, ഗഡ്ചന്തൂർ, തളിപ്പറമ്പ്, കടലുണ്ടി, പെരുമ്പടവ്, ചിറ്റൂർ എന്നിവിടങ്ങളിൽ പ്രിൻസിപ്പാൾ, വൈസ് പ്രിൻസിപ്പാൾ, ട്രഷറർ, അധ്യാപിക എന്നീ നിലകളിലും ത്രീത്തുമല, ഹുൻസൂർ, പയ്യന്നൂർ, ചുള്ളിയാങ്കുളം എന്നീ ഭവനങ്ങളിൽ ഫാമിലി അപ്പോസ്റ്റേറ്റ് രംഗത്തും സേവനമനുഷ്ഠിച്ച് ആത്മാക്കളുടെ രക്ഷയ്ക്കായി പ്രവർത്തിച്ചു. എല്ലാവരെയും ഒരു പുഞ്ചിരിയോടെ സമീപിക്കുന്ന സിസ്റ്റർ ബ്ലസി മരിയ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥിനികൾക്ക് ഒരു ടീച്ചർ എന്നതിനേക്കാൾ ഉപരി കുട്ടികൾക്ക് ഒരു നല്ല സുഹൃത്തു കൂടിയാണ്. പൊതുവെ ശാന്തപ്രകൃതവും കലാപരമായി ഒരുപാട് കഴിവുകളുമുള്ള സിസ്റ്റർ എല്ലാം ദൈവദാനമായി കാണുന്ന ഹൃദയവിശാലതയുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിന് നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികളെല്ലാം ഞാൻ വർണ്ണിക്കും. ഞാൻ നിന്നിൽ സന്തോഷിച്ചുല്ലസിക്കും. ഈ 25 വർഷക്കാലം ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ നോക്കിക്കണ്ട് അനുഭവിച്ച് പൂർണ്ണ ഹൃദയത്തോടെ നന്ദിയുടെ ഹൃദയഭാവവുമായി സന്തോഷത്തോടെ ആയിരിക്കുന്ന സിസ്റ്റർ ബ്ലസി മരിയയ്ക്ക് സിൽവർ ജൂബിലി മംഗളങ്ങൾ.